ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ഫാബുലസ് ലൈഫ്. എനിക്ക് നോർമലി വരുന്നൊരു ചോദ്യമാണ്, ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്ന പോലൊക്കെ മാറ്റങ്ങൾ ലൈഫിൽ കൊണ്ടുവരുന്നുണ്ട്, പക്ഷേ കൂടെയുള്ള ആൾക്കാർ അത്തരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുന്നില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന്. അതായത് ചുറ്റുമുള്ള ആൾക്കാരെ നന്നായിട്ട് തന്നെ സപ്പോർട്ട് ചെയ്യാൻ നോക്കുന്നുണ്ട്. അത് പാർട്ട്ണർ ആയിരിക്കാം, സിബിലിങ്സ് ആയിരിക്കാം, കൂടെയുള്ള ആൾക്കാരെ നല്ലതിലേക്ക് ഗൈഡ് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. പക്ഷേ ആരും അത്ര ശ്രദ്ധിക്കുന്നില്ല, അല്ലെങ്കിൽ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് നോക്കുന്നില്ല. ഇതെന്ത് കൊണ്ടാണെന്ന് പേഴ്സണലി കുറേ പേർക്ക് റിപ്ലൈ കൊടുത്തിട്ടുള്ളൊരു ചോദ്യമാണിത്. എന്തുകൊണ്ടാണ് ചുറ്റുമുള്ള ആൾക്കാർ മാറ്റങ്ങൾ കൊണ്ടുവരാത്തത്? ഒന്ന്, ഒരാൾക്ക് മാറ്റം വരണമെങ്കിൽ അവർ തന്നെ ചിന്തിക്കണം, എനിക്ക് മാറണം എന്നുള്ളത് അവർക്ക് തോന്നണം, എനിക്ക് മാറ്റം ആവശ്യമാണെന്ന്. എന്നാൽ മാത്രമേ മാറ്റങ്ങൾ വരുള്ളൂ. നമുക്ക് മറ്റൊരാളെ മാറ്റാനുള്ള കഴിവില്ല. നമുക്ക് നമ്മുടെ ലൈഫിൽ മാറ്റങ്ങൾ കൊണ്ടുവരാം. നമുക്ക് ഹാർഡ് വർക്ക് ചെയ്യാം, നമുക്ക് എഫേർട്ട് ഇടാം, നമ്മുടെ ലൈഫിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാം. പക്ഷേ ചുറ്റുമുള്ള ആൾക്കാരെ മാറ്റാനുള്ള കഴിവ് നമുക്കില്ല. രണ്ട്, കംഫേർട്ട് സോണ്. ഇപ്പോൾ വളർച്ചയിലേക്ക് മാത്രം നോക്കിക്കൊണ്ടിരിക്കുന്ന ആൾ എത്ര ലോജിക്കായിട്ടുള്ള കാര്യം പറഞ്ഞാലും കംഫേർട്ട് സോണിലിരിക്കുന്ന ആൾക്കാർക്ക് ഇതൊന്നും ശരിയായ രീതിയിൽ കേൾക്കാൻ പറ്റണം എന്നില്ല. മൂന്ന്, ഒരാൾ അവരുടെ ലൈഫിൽ അവെയറായാൽ, അതായത് എന്താണ് നടക്കുന്നത് എന്നുള്ളതിൽ അവെയറായാൽ മാത്രമാണ് മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. ചില ആൾക്കാർ ലൈഫിൽ എത്ര പ്രശ്നങ്ങൾ നടക്കുമ്പോഴും ആ പ്രശ്നം പോലും കാണില്ല, അത് പ്രശ്നമാണെന്ന് പോലും മനസ്സിലാക്കില്ല. നാല്, ചിലർക്ക് അവനവൻ്റെ ലൈഫിലേക്ക് അല്ലെങ്കിൽ അവനവനിലേക്ക് നോക്കുക എന്നുള്ളത് നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. സ്വന്തം തെറ്റിലേക്ക് നോക്കുക, അത് തിരുത്തുക എന്നൊക്കെ പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. ഈഗോ ആയിരിക്കാം അവിടെ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നത്. ഈഗോ ഒരുപാടുള്ള ആൾക്കാരിൽ മാറ്റങ്ങൾ കൊണ്ടുവരിക എന്നുള്ളത് ഇമ്പോസിബിളായിട്ടുള്ള കാര്യമാണ്. അതായത് നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയില്ല മറ്റൊരാളിൽ. അവർ തന്നെ തീരുമാനിച്ചോക്കെ എൻ്റെ ഈഗോ മാറ്റണം എന്നവർ തീരുമാനിച്ചാൽ മാത്രമേ മാറ്റം വരുള്ളൂ. ഇനി ലൈഫിൽ എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവന്നാൽ ലൈഫിൻ്റെ കൺട്രോൾ വിട്ടുപോകും എന്ന് പേടിക്കുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥയിൽ നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്? ഒന്ന്, മനസ്സിലാക്കേണ്ടത്, നമുക്കൊരാളെ ക്യാരി ചെയ്ത് നമ്മുടെ തലയിൽ എടുത്തു വെച്ചുകൊണ്ട് കാലാകാലം നടക്കാനായിട്ട് കഴിയില്ല. അവരും കൂടി നമ്മുടെ കൂടെ വളരട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് നമുക്ക് അവരുടെ ഭാരവും തലയിൽ എടുത്തു വെച്ചുകൊണ്ട് നടക്കാനായിട്ട് നമുക്ക് കഴിയില്ല. അതിനേക്കാളും നമുക്ക് ഇടയ്ക്ക് അവിടെ ഇവിടെ ആയിട്ട് സപ്പോർട്ട് കൊടുക്കാം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യുമ്പോൾ, നമ്മുടെ കൂടെയുള്ള നമ്മുടെ പ്രിയപ്പെട്ട ആൾക്കാരെ നമ്മൾ വല്ലാതെ ഹെൽപ്പ് ചെയ്യുമ്പോൾ, വല്ലാതെ സപ്പോർട്ട് ചെയ്താൽ അവരുടെ ഗ്രോത്ത് ശരിക്കും ഡിലേ ആവുകയാണ് ചെയ്യുന്നത്. നമ്മൾ പല കാര്യങ്ങളിലും പല പ്രശ്നങ്ങളിലും പെട്ടതുകൊണ്ടായിരിക്കാം നമ്മളിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവുക. നമ്മുടെ കൂടെയുള്ള ആൾക്കാരും അതുപോലെ പ്രശ്നങ്ങളിൽ പെടേണ്ടതുണ്ട്. വലിയ ഇഷ്യൂസ് ലൈഫിൽ വരണം എന്നല്ല പറയുന്നത്, അവരും ഈ ഒരു പെയിനൊക്കെ അറിയേണ്ടതുണ്ട്. കൂടെയുള്ള ആൾക്കാർക്ക് പെയിനൊന്നും ഉണ്ടാവാൻ പാടില്ല, ലൈഫിൽ പ്രശ്നങ്ങളേ ഉണ്ടാവാൻ പാടില്ല എന്ന് വിചാരിച്ചുകൊണ്ട് എല്ലാ വിധത്തിലും സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ, അത് നമ്മുടെ കുട്ടികളെ ആണെങ്കിലും എല്ലാ വിധത്തിലും അവർക്ക് ഒരപകടവും വരാൻ പാടില്ല എന്ന് വിചാരിച്ചുകൊണ്ട് വല്ലാതെ പിന്നാലെ നടന്നുകൊണ്ട് അല്ലെങ്കിൽ ചുറ്റും കറങ്ങിക്കൊണ്ട് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ അവരുടേതായിട്ടുള്ള ഗ്രോത്തിലേക്ക് എത്തില്ല. കുറച്ചൊക്കെ വിട്ടുകളയുക. അവരുടെ വളർച്ച അവരാണ് ഉണ്ടാക്കേണ്ടത്. അതിനായിട്ട് നമ്മളൊന്ന് മാറി നിന്ന് കൊടുക്കുക. ചെറിയ കുട്ടികൾക്ക് ചെറിയ രീതിയിലുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കാം. ഒരു മുതിർന്ന വ്യക്തിക്കാണെങ്കിലോ അവർ ചോദിച്ചാൽ ഉപദേശങ്ങൾ കൊടുക്കുക, അല്ലെങ്കിൽ അവർ ചോദിച്ചാൽ അതിനനുസരിച്ചുള്ള സപ്പോർട്ട് ചെയ്തു കൊടുക്കാം. എപ്പോഴും സപ്പോർട്ടല്ല, എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് എപ്പോഴും സപ്പോർട്ട് ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരുന്നാൽ നിങ്ങളെപ്പോഴും കൊടുക്കുന്ന ആളും അവരെപ്പോഴും വാങ്ങുന്ന ആളുമായിട്ട് മാറും. ബൗണ്ടറി ആവശ്യമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ഇവിടെ പറയാനുള്ളത്, ചുറ്റുമുള്ള ആൾക്കാർ വളരുന്നില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മളെ ചുരുക്കാതിരിക്കുക എന്നുള്ളതാണ്. അതായത് കൂടെയുള്ള ആൾക്കാരൊക്കെ പുഴുക്കളായി തന്നെ നിൽക്കുകയാണ്, നിങ്ങൾ പൂമ്പാറ്റയായി മാറി. അപ്പോൾ നിങ്ങളുടെ ചിറകുകൾ നിങ്ങൾ വെട്ടിമാറ്റി വീണ്ടും പുഴുവായി മാറാനായി നോക്കരുത്. ഷ്രിങ്ക് ചെയ്യാതിരിക്കുക. കൂട്ടത്തിൽ കൂടാനായിട്ട് സ്വന്തം ചിറകുകൾ അരിഞ്ഞു കളയാതിരിക്കുക. വളർച്ചയ്ക്ക് പ്രാധാന്യം കൊടുക്കുക. മുൻപോട്ടേക്കും വളരാനുള്ള കാര്യങ്ങൾ തന്നെ ചെയ്യുക. വളരുന്ന ഒരു സമയത്ത് ഒറ്റപ്പെടൽ ഫീൽ ചെയ്താലും കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അതേപോലുള്ള ആൾക്കാരെ നമ്മൾ ഫ്യൂച്ചറിൽ മീറ്റ് ചെയ്യും. അതുമാത്രമല്ല, നമ്മുടെ വളർച്ച കാണുമ്പോൾ കൂടെയുള്ള ആൾക്കാരിൽ ചേഞ്ചസ് വരാനും സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലുള്ള പോയിൻറ്റ്സ് ഒക്കെ ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ, വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അൻറ്റിൽ ദെൻ ബൈ.